ഹലോ ഗായ്സ്, നമുക്കൊന്ന് ആപ്പിൾ സ്റ്റോറിൽ കയറിയാലോ. ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലത്തെ ആപ്പിൾ സ്റ്റോറിലാണ് കേട്ടോ. മാളിൽ തിരക്കില്ലെങ്കിലും ആപ്പിൾ സ്റ്റോറിനുള്ളിൽ ഒടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ. ഞാനുള്ളത് ഹെബ്ബാളത്തെ ആപ്പിൾ സ്റ്റോറിലാണ് കേട്ടോ, ഫിനിക്സ് മാളിൻ്റെ ഉള്ളിലുള്ളത്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. ഈ ഇടയ്ക്കാണ് ഇന്നോഗ്രേഷൻ കഴിഞ്ഞത്. തിരക്കിൻ്റെ കാരണം മറ്റൊന്നുമല്ല കേട്ടോ. നമുക്ക് ആപ്പിൾ 4 പുതിയ മോഡലാണ് ഇറക്കിയിരിക്കുന്നത്. ഒന്ന് 17 പ്രോ, 17 പ്രോ മാക്സ്, പിന്നെ ഐഫോൺ എയർ. അതിൽ തന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന മോഡൽ 17 പ്രോ മാക്സ് ആണ്. അതും ഓറഞ്ച് കളർ വേരിയൻ്റാണ് കേട്ടോ. നമുക്കാണ് ഓറഞ്ച്, ആപ്പിൾ ഇതിനെ കോസ്മിക് ഓറഞ്ച് എന്നാണ് കേട്ടോ വിളിക്കുന്നത്. ഇനി ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരാം. ക്യാമറയുടെ ഒക്കെ പറയുകയാണെങ്കിൽ ആപ്പിൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തിരുന്നു കേട്ടോ. ക്വാളിറ്റിയൊക്കെ നല്ലപോലെ ഇമ്പ്രൂവ് ആയ പോലെ തോന്നുന്നുണ്ട്. പിന്നെ 48 മെഗാ പിക്സലാണ് കേട്ടോ ക്യാമറയുടെ ക്വാളിറ്റി. പിന്നെ എനിക്ക് തോന്നിയ ഏക ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ തവണ ആപ്പിൾ അവരുടെ ഐഫോൺസിന് കൊടുത്തിരിക്കുന്ന മെറ്റൽ അലൂമിനിയമാണ്. അലൂമിനിയം ആയതുകൊണ്ട് തന്നെ സ്ക്രാച്ചസ് വരാൻ നല്ല ചാൻസസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു കേസ് തന്നെ വാങ്ങിക്കേണ്ടി വരും. കാരണം സ്ക്രാച്ചസ് നല്ലപോലെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് 17 പ്രോ ടെസ്റ്റ് ചെയ്യാൻ ടൈം കിട്ടിയില്ല, കാരണം വെച്ചാൽ ഒത്തിരി തിരക്കുണ്ടായിരുന്നു. പക്ഷേ 17 പ്രോയും പ്രോ മാക്സിലും വ്യത്യാസമൊന്നുമില്ല, ബാറ്ററി മാത്രമേ വ്യത്യാസമുള്ളൂ. ഇനി ഇവനാണ് മെയിൻ താരം, ഐഫോൺ എയർ. ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, എൻ്റെ മോനെ, ഇതിൽ ഭയങ്കര സ്ലിം ആയിട്ടുള്ളൊരു ഫോണാണ്. 165 ഗ്രാം മാത്രമേ ഇതിൻ്റെ വെയിറ്റ് ഉള്ളൂ. ഐഫോൺ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ആദ്യമായിട്ട് ഈ ഫോണൊന്ന് പിടിച്ച് നോക്കുമ്പോൾ അവരെന്തായാലും സർപ്രൈസ് ആകും. കാരണം അത്ര സ്ലിം ആയിട്ടുള്ള ഒരു ഫോണാണ് കേട്ടോ ഇത്. ഐഫോൺ 17 പ്രോ മാക്സ് വെച്ച് നോക്കുവാണെങ്കിൽ ഇതിന് ഒരു ടൈറ്റേനിയം ബോഡിയാണ് കേട്ടോ ആപ്പിൾ കൊടുത്തിരിക്കുന്നത്. അല്ലാണ്ട് 17 പ്രോയും പ്രോ മാക്സിലും പോലെ അലൂമിനിയം അല്ല, ഇതിന് ടൈറ്റേനിയം ബോഡിയാണ് കേട്ടോ. ആകെ ഒരു ഡിസഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത് ഒരു സിംഗിൾ ക്യാമറ ഉള്ളത് മാത്രമായിരുന്നു കേട്ടോ. അതല്ലാണ്ട് നോക്കുമ്പോൾ ഈ ഫോൺ അടിപൊളി ഒരു ഫോണാണ്. ഐഫോൺ എയറിന് എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു ബ്ലാക്ക് കളറാണ് കേട്ടോ. അടിപൊളി ക്ലാസ് ലുക്കാണ് കേട്ടോ. ആ ലുക്കും അതിൻ്റെ ഒപ്പം ഈ 165 ഗ്രാമും കൂടി ചേരുമ്പോൾ അടിപൊളി ഒരു ഫോൺ തന്നെ പറയാം കേട്ടോ. ഇതാണ് കേട്ടോ ആപ്പിളിൻ്റെ ഡീപ് ബ്ലൂ കളറുള്ള ഐഫോൺ 17 പ്രോ. എന്തുകൊണ്ട് ആപ്പിൾ ബ്ലാക്ക് കളറിൽ ഇറക്കിയില്ലെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഒരുപക്ഷെ അലൂമിനിയം ബോഡി ആയതുകൊണ്ട് തന്നെ സ്ക്രാച്ചസ് വരാൻ നല്ല വിസിബിളായിട്ട് കാണുന്ന കളറായിരിക്കും ബ്ലാക്ക്. അതുകൊണ്ടായിരിക്കും ആപ്പിൾ ആ ഒരു കളർ ഇറക്കാണ്ട് ഇരുന്നത് കേട്ടോ. എല്ലാ പുതിയ ഐഫോൺ മോഡലിൻ്റെയും പ്രൈസ് ഞാൻ സ്ക്രീനിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും, ഐഫോൺ നിർമ്മിക്കുന്നത് ഇന്ത്യയിലാണ്, പക്ഷേ എന്നാലും ഇന്ത്യയിലാണ് US-നെക്കാട്ടും പൈസ കൂടുതൽ, എന്തുകൊണ്ടെന്നല്ലേ? ഈ ചോദ്യം എൻ്റെ മനസ്സിലുണ്ട്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവർ ദയവായിട്ട് കമൻറ്റിൽ അറിയിക്കണേ. ഇല്ല, അറിയില്ല, അറിയിക്കില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഐഫോൺ 17 പ്രോയിന് ഇന്ത്യയിൽ 1,34,000 ചില്ലാനം രൂപയാണെങ്കിൽ അതേ ഫോണിന് US-ൽ 97,000 രൂപയേ ഉള്ളൂ. നമ്മുടെ വിധി. എന്നാലും ഈ വീഡിയോ ഇവിടം വരെ ഉള്ളൂ കേട്ടോ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.